ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഇനി അടുത്തതായിട്ട് മിമിക്രി മഹോത്സവത്തിനുള്ള സമയമാണ്. നല്ലൊരു കിഡിലൻ കലാകാരനാണ് അടുത്തതായി ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ഞാൻ അദ്ദേഹത്തെ വിളിക്കട്ടെ? തീർച്ചയായിട്ടും. ലെറ്റ്സ് വെൽക്കം ഷൈജു നെല്ലിക്കാട്. നമസ്കാരം ഷൈജു ചേട്ടാ. നമസ്കാരം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. താങ്ക് യു. എന്താ പവർ അല്ല, ഒരു വന്നപ്പോ തന്നെ നമുക്ക് ഒരു എനർജി ഫീൽ. ഞങ്ങളുടെ നാട്ടുകാർ അങ്ങനെയാണ്. ട്രിവാൻഡ്രത്താണ്. ഓക്കെ ഓക്കെ. എങ്ങനെയാണ് ഫുൾ ടൈം പ്രൊഫഷണലി മിമിക്രി ആർട്ടിസ്റ്റ് ആണോ? മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു സീരിയലൊക്കെ വരാറുണ്ട്. അടിപൊളി അടിപൊളി. അപ്പൊ എത്ര വർഷമായിട്ട് ഈ ഒരു രംഗത്തുണ്ട്? 25 വർഷം കഴിഞ്ഞു. എന്താ അസീസിക്ക? ഞാനും ഷൈജു ഒക്കെ ഒരുമിച്ച്, എന്റെയൊക്കെ തുടക്കം ഞാനും ഷൈജു ഒക്കെ ആയിരുന്നു. മിമിക്രിയൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഗുരുവായിട്ട് വന്ന നമ്മുടെ സജി മൂങ്ങോട് ഏട്ടൻ എന്റെ ഗുരുക്കന്മാരാണ്. മൂങ്ങോട് ഞാൻ ഇവരൊക്കെ ഒരുമിച്ച്. അസീസേട്ടനൊക്കെ കുട്ടിക്കാലം മുതലേ നമുക്ക് അറിയാവുന്നവരാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ വരുന്നതുള്ളൂ, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു അംഗമാണ്. അതായത് ഷൈജുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതായത് ഈ വൺ മാൻ ഷോ തുടക്കകാലം 10-20-25 വർഷമൊക്കെ അടുപ്പിച്ചായി. വൺ മാൻ ഷോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടൊക്കെ സ്റ്റേജിൽ ലൈവായിട്ട് വൺ മാൻ ഷോ കാണുന്നത് ഷൈജുവിന്റെ ആണ്. ഓ താങ്ക് യു. അയ്യോ, ഇനി ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. എന്താണ് ഷൈജു ചേട്ടൻ ചെയ്യാൻ പോകുന്നത്? എനിക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ, ഞാനൊക്കെ പുതിയ ആൾക്കാരായോണ്ട്. ന്യൂ ജനറേഷൻ. ഞാനും ബിജു ഒക്കെ ന്യൂ ജനറേഷൻ. 50 വർഷം പഴക്കം. ജെൻസിന്റെ അർത്ഥം അറിയില്ലട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ ഐറ്റം കണ്ടാൽ എന്താണ് ചേട്ടൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? ജനങ്ങളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും സംസാരിച്ച് കഴിഞ്ഞതുമായിട്ടുള്ള ഒരു സംഭവമാണ് പ്രിയദർശിനി ബസ്സിനെ കുറിച്ചുള്ളത്. അപ്പോൾ പലർക്കും പല അഭിപ്രായം ഉണ്ടാവും, നമ്മുടെ കേരള ജനങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മുടെ മലയാള സിനിമയിലെയും രാഷ്ട്രീയ കുറച്ച് താരങ്ങളുമാണ് അവരുടെ അഭിപ്രായം പറയാൻ വേണ്ടി വരുന്നത്. പക്ഷെ ഞാൻ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ എവിടെയും പ്രിയങ്കനായ ആരാണ്? ബാലചേട്ടനാ. ഓ, ബാലചേട്ടൻ. ഓക്കെ, അടിപൊളി. അപ്പം ബാലചേട്ടനെ ഞാൻ വേദിയിലേക്ക് വിളിക്കാണ്. ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു സെറ്റപ്പ് കണ്ടില്ലേ? നമസ്കാരം. വളരെ സന്തോഷം, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഫ്ലോറിൽ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയണം, പലതും ഞാൻ പറഞ്ഞു, ആരും കേട്ടില്ല. ഞാനിത് പൊട്ടന. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആനങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, അവരുടെ വിഷമങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനത് അമ്മമാരോട് ചോദിക്കണം. ഫ്ലാറ്റിൽ ഇരുന്ന് സംസാരിച്ച ആരും സോഷ്യൽ മീഡിയയിൽ അവർ പറയുന്നു എന്ന് പറയും. പക്ഷെ ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ചേച്ചിമാരുടെ അമ്മമാരോടൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് പോട്ടെ? പോയിട്ട് വരൂ. ഓക്കെ. നമ്മൾ ആണുങ്ങൾ പൊട്ടനല്ല, നിങ്ങൾ മനസ്സിലാക്കേ. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണി ചെയ്ത് നമ്മളെ വീട്ടിൽ വരുന്നു. എന്തുമാത്രം പൈസ ചെലവ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണോ? നിങ്ങൾക്കിപ്പോൾ പ്രിയദർശിനി ബസ് കിട്ടി, അത് പറഞ്ഞപ്പോൾ സന്തോഷം നോക്ക്, ചിരി. 5 പൈസ ഇല്ലാതെ നിങ്ങളിങ്ങനെ പോകുന്നു വരുന്നു. പക്ഷെ ആണുങ്ങളും കൂടി പരിഗണിക്കണം. ഓക്കെ, സന്തോഷം. പക്ഷേ ഈ ബസ്സായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ആളുണ്ട്, ഷൂട്ടിങ്ങിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു, മച്ചാനെ എനിക്കൊരു അഭിപ്രായം പറയാറുണ്ട്. ഞാനിത് ഇതിനു മുമ്പേ തീരുമാനിച്ച ഒരു കാര്യമാണ്. ഞാൻ വിളിക്കട്ടെ? ചേട്ടാ. ചാക്കോച്ച, എന്താണ് നീ ബസ്സിൻ്റെ അവിടെ നിന്ന് കറങ്ങി നടക്കുന്നത്? ഓർഡിനറി ബസ്സൊക്കെ സിനിമ കഴിഞ്ഞു, നീ ഇപ്പോഴും കണ്ടക്ടറിൻ്റെ ക്യാരക്ടർ പിടിച്ചോണ്ടിരിക്കുകയാണോ? വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ആലോചിച്ചൊരു കാര്യമാണോ, ഓർഡിനറി സിനിമ ഷൂട്ടിംഗ് സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ വന്നൊരു ആശയമാണ്. ഇങ്ങനെ പ്രിയദർശിനി പോലുള്ള സ്ത്രീകൾ മാത്രം സഞ്ചരിക്കുന്ന ഒരു ബസ്. എനിക്കൊരു വിഷമം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഗവി പോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ എന്നെയും കൂടി ഉൾപ്പെടുത്തണം കണ്ടക്ടറായിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു എൻജോയ്മെൻ്റ് ആവും, എനിക്കൊരു മനോഹരമായിട്ടുള്ള നിങ്ങൾ കൂടെ ആടിയൊളിഞ്ഞൊരു പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി പരിഹരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഒരുപാട് സന്തോഷം. ഏതായിരുന്നാലും യാത്രയൊക്കെ ഇരിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ യാത്ര ചെയ്ത ഒരു ചേട്ടൻ, അദ്ദേഹം പുലി എന്ന് പറഞ്ഞ പുപ്പുലിയാണ്. ആണുങ്ങൾക്ക് വേണ്ടി അദ്ദേഹമെങ്കിലും ഒന്ന് സംസാരിക്കട്ടെ. സന്തോഷ് സാറ് കുളങ്ങര സഞ്ചാരിയല്ലേ? എത്ര മനോഹരമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ പലപ്പോഴും ഒരുപാട് പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. പൈസ കൊടുത്ത് ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ദുഃഖിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പൈസ കൊടുക്കാതെ ഒരു ദീർഘയാത്ര എത്ര മനോഹരമായിരിക്കുന്നു. ആ ഒരു ആശയമാണ് ഇന്നിപ്പോൾ കേരളക്കരയിൽ കണ്ടത്. പക്ഷേ അതിൽ വിഷമം, എനിക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. ഇനിയും ക്യാമറ തൂക്കി പൈസ കൊടുത്ത് തന്നെ ഞാൻ ബസ്സിൽ പോകണം. അതുകൊണ്ടാണ് സഹോദരിമാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വീട്ടിൽ വെറുതെ ഇരിക്കാതെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റുന്ന ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്.
അവിടെ പോയി നല്ല നല്ല സ്ഥലങ്ങൾ കാണണം, മനോഹരമായ ഫുഡുകൾ കഴിക്കണം. നമ്മുടെ ലഹരി എപ്പോഴും യാത്രകളായിരിക്കണം. മനോഹരമായ കാഴ്ചകൾ കണ്ട മനസ്സിലെപ്പോഴും സന്തോഷത്തോടു കൂടിയുള്ള യാത്രകളാകുമ്പോൾ ജീവിതം മനോഹരമായിരിക്കും. അതുകൊണ്ട് ഈ ഒരു യാത്രയിൽ എന്നും നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. അതെ, വളരെ മനോഹരമായിട്ടുള്ള ആശയങ്ങൾ. എനിക്കൊരു കാര്യം പറയാനുള്ളത് മറ്റൊന്നുമല്ല, ഓരോ വ്യക്തിയുടെ സമയവും സാഹചര്യം അനുസരിച്ച് അവർക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പൈസ ഉള്ളവർ പൈസ കൊടുത്ത് പോകട്ടെ, പ്രായമുള്ളവർക്ക് പൈസ കൊടുക്കണ്ട. അതാണ് എനിക്കും പറയാനുള്ളത്. സത്യം പറഞ്ഞ ഈ ആശയത്തോട് ഞാൻ യോജിക്കുന്നു. നിങ്ങളുടെ കളവ് നാനുകുട്ടി. പക്ഷെ ഒരുപാട് സന്തോഷം പ്രിയദർശിനി ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ. അതുകൊണ്ട് അങ്ങനെ ഒരു ആശയത്തോട് ശരിക്കും ഞാൻ യോജിക്കുന്നു. ആരെ അവിടെ ഇരുന്ന് കരയുന്നേ താടി വെച്ച? എൻ്റെ പിന്നെ ലാൽ സാറെ, നിങ്ങളെ കരയാതെ കാര്യം പറയൂ. എനിക്ക് പറ്റത്തില്ല. ആളുകൾക്ക് ഏതെങ്കിലും ഒരു ബസ് ഫ്രീ ആയിട്ട് കൊടുത്താൽ മനോഹരമായിരിക്കും. കയ്യിൽ വേറെയുടെ പൈസ കയ്യിലിരിക്കും. പിന്നെ ഇപ്പോൾ തുഫാൻ വന്നുകൊണ്ട് രണ്ടെണ്ണം അടിച്ചും ചാവാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. അതുകൊണ്ടും എൻ്റെ ഒരു ആവശ്യത്തിനും ആളുകൾക്കും ഈ ബസ് ഫ്രീ ആയിട്ട് കൊടുക്കണം. അതിനൊരു പേരിടണം, പ്രിയദർശൻ എന്നുള്ള പേരും. അപ്പോൾ സംഗതി സൂപ്പറായിരിക്കും. ഇതായിട്ടും വേറെയാ. നമുക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ജനസേവനം ചെയ്ത ഒരു ജനനായകൻ നമുക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്തൊക്കെ പറയാനുണ്ടാവും. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമാണ്. പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് പണ്ട് മുതലേ ആഗ്രഹിച്ച ഒരു കാര്യമാണ്, ഒരു പദ്ധതിയാണ് ഈ പ്രിയദർശിനി സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. അത് എന്നെ സംബന്ധിച്ചിടത്തോളം കരയുന്നവൻ്റെ കണ്ണീരൊപ്പാൻ, വിശക്കുന്നവൻ്റെ വിശപ്പ് മാറ്റാൻ സാധിച്ചാൽ അതിൻ്റെ അപ്പുറം മറ്റൊരു കാരുണ്യ പ്രവർത്തനമില്ല. അതിവേഗം ബഹുദൂരം യാത്രകൾ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ സന്തോഷം. അപ്പോൾ ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും വലിയ സന്തോഷമാണ് കേട്ടോ. നമ്മളെല്ലാവരും ഒരു ബെൽറ്റാണ്. ആ ബെൽറ്റിൻ്റെ പേര് ഇത്. ഐറ്റം വേറെ, സംഭവം സൂപ്പർ അല്ലേ? സൂപ്പർ, അടിപൊളി. അജിസിക്ക ഞെട്ടിച്ചല്ലേ? ഷൈജു എന്തായാലും അതുപോലെ തകർത്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. വീണ്ടും എനിക്ക് ലൈവായിട്ട് കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മുന്നിൽ ഇങ്ങനെ ചെയ്യാൻ സാധിച്ചത്.